വയനാട്ടിലേക്കാണ് പോകുന്നത്. വയനാട്ടിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. മീനങ്ങാടിയിലാണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമൊക്കെയാണുള്ളത്. അനൂപ് KR ചേരുന്നുണ്ട്. അനൂപ്, ഗുഡ് മോർണിംഗ്. മഴയൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നല്ല ശബ്ദവും ഒക്കെ കേൾക്കുന്നുണ്ട്. അനൂപ് കൊടയൊക്കെ പിടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. എന്താണ് പൊതുവെ ഒരു വയനാട്ടിൽ നല്ല മണ്ണിടിച്ചിലും മഴയൊക്കെ ഉള്ള ഒരു സാഹചര്യമാണോ? എന്താണ് പൊതുവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് അഞ്ജന. കഴിഞ്ഞ ദിവസം റെഡ് അലർട്ട് ആയിരുന്നു വയനാട്ടിൽ. എന്നാൽ ഇന്നത് ഓറഞ്ച് അലർട്ട് ആയിട്ടുണ്ട്. എന്നാൽ ശക്തമായ മഴ ഇന്ന് രാവിലെ അല്പം ശമനമുണ്ടായെങ്കിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ് ജില്ലയിൽ പൊതുവിൽ കാണാനുള്ളത്. അതോടൊപ്പം തന്നെ മഴക്കെടുതികളും ഒരു വശത്ത് അല്ലെങ്കിൽ ആ വിധത്തിലുള്ള അപകടങ്ങളുമെല്ലാം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പല മേഖലകളിൽ നിന്നും അത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മരം വീണും അതോടൊപ്പം തന്നെ വൈദ്യുതി പോസ്റ്റുകൾ തകർന്നുമെല്ലാമുള്ള അപകടങ്ങൾ മാനന്തവാടി ഭാഗത്തെല്ലാം അത്തരത്തിൽ നിരവധി സംഭവങ്ങളുണ്ടായി. 28 വീടുകളാണ് ഈ വിധത്തിൽ കനത്ത മഴയിൽ ഭാഗികമായി തകർന്നത്. 11 ദുരിതാശ്വാസ ക്യാമ്പുകൾ വയനാട്ടിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 332 പേർ ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുമുണ്ട്. അതേസമയം 100ഓളം കുടുംബങ്ങൾ ബന്ധുവീട്ടുകളിലേക്കും മറ്റും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് അധികൃതർ മാറ്റിയിട്ടുണ്ട്. അവിടെ ഈ മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. ഈ രീതിയിൽ ശക്തമായൊരു മഴയുടെ സാഹചര്യം വയനാട്ടിലുണ്ട് എന്ന് തന്നെ പറയാം. അതിനിടെയാണ് മീനങ്ങാടി 54 സമീപം അമ്പലപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ദേശീയപാത 766 സമീപം മണ്ണിടിഞ്ഞ് റോട്ടിലേക്ക് മണ്ണും വെള്ളവും എത്തി. അവിടെ ഒരു അപകട സാധ്യത നേരത്തെ ഉണ്ടായിരുന്നു. ഒരു KSRTC ബസ് ആ ചെളിയിൽ തെന്നിപ്പോവുകയും അത് മറിയാൻ പോവുകയൊക്കെ ഉണ്ടായി. ഏതായാലും ഒരു അപകടം അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസകരം. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ചളി നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇപ്പോൾ അതിലൂടെ ഗതാഗതം അവധിയല്ലേ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കളക്ടർ കനത്ത മഴയുടെ സാഹചര്യത്തിലാണ് അവധി പ്രഖ്യാപിച്ചത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം വനമന്ത്രി AK ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗവും വയനാട്ടിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നടത്തിയിരുന്നു. അതിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനം ആവശ്യമെങ്കിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിക്കുകയും ഇത്തരത്തിൽ അപകട ഭീഷണി നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം എന്നുള്ളതുമാണ്. അതോടൊപ്പം നടത്തേണ്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ഈ അവലോകന യോഗത്തിൽ തീരുമാനമുണ്ടായി. ഏതായാലും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വിവിധ താലൂക്കുകളിൽ കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പഞ്ചായത്ത് തലത്തിൽ കൂടി കൺട്രോൾ റൂമുകൾ വ്യാപിപ്പിച്ചു, കൺട്രോൾ റൂമുകൾ തുറന്നു. ആ വിധത്തിൽ മുന്നൊരുക്ക നടപടികൾ വയനാട്ടിൽ പുരോഗമിക്കുകയാണ്. ശക്തമായൊരു മഴയുടെ സാഹചര്യം നേരത്തെ പറഞ്ഞതുപോലെ പല മേഖലകളിലും വെള്ളക്കെട്ടുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. റോഡുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മാനന്തവാടി തോണിച്ചാൽ റോഡിലൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് അവിടെ പലയിടത്തും ഗതാഗതം സ്തംഭിച്ച സാഹചര്യമാണ്. ആ വിധത്തിൽ ഗ്രാമീണ പാതകളിൽ ഉൾപ്പെടെ പലയിടത്തും ഗതാഗതം സ്തംഭിച്ച സാഹചര്യമുണ്ട്. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട സാഹചര്യമെല്ലാം ഉണ്ട്. ശക്തമായ മഴ തുടരുകയാണെന്നുള്ളതാണ് വയനാട്ടിൽ നിന്ന് നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാനന്തവാടി താലൂക്കിലാണ് ഏറ്റവും ശക്തമായ മഴ. പ്രത്യേകിച്ച് പേരിയ തുടങ്ങി വെള്ളമുണ്ട ആ ഭാഗങ്ങളിലെല്ലാം ശക്തമായ മഴ രേഖപ്പെടുത്തി. അതോടൊപ്പം ബാണാസുര ഡാം റിസർവോയർ ഭാഗത്തും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇന്ന് നിലവിൽ വയനാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. പ്രേക്ഷകർ ചോദിച്ചതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അവധിയാണ്. എന്തായാലും അതിലൊരു കൺഫർമേഷൻ കൂടി വന്നിട്ടുണ്ട്. അനൂപ് പറഞ്ഞിട്ടുണ്ട് അവധിയാണ് എന്ന്. ജില്ലാ കളക്ടർ ഇന്നലെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ആരും സ്കൂളിലും കോളേജിലൊന്നും പോവാതെ വളരെ സുരക്ഷിതരായി തന്നെ വിദ്യാർത്ഥികളൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുക.